നമ്മുടെ രാജ്യത്തെ നോട്ടുകൾ നിരോധിക്കുന്നു എന്നുള്ള വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം അനുദിനം വഷളാകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു 5 രൂപയിൽ ചൊല്ലിയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ യുദ്ധം സോഷ്യൽ മീഡിയ നടക്കുന്നത്. 5 രൂപ നാണയം നിരോധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വാർത്ത. ആ വാർത്തയിൽ പറയുന്ന മറ്റൊരു കാര്യം, ഇത് ബംഗ്ലാദേശ് കാരണമാണ് ഈ 5 രൂപ നിരോധിക്കുന്നതെന്നാണ്. പക്ഷേ ഈ വാർത്തയിൽ പകുതി സത്യവും പകുതി കള്ളത്തരവുമാണ്. ഏതായാലും ഇതിൻ്റെ ഒരു വിശദീകരണവുമായി ഇപ്പോൾ RBI രംഗത്ത് എത്തിയിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നാണയങ്ങൾ മറ്റും അടിച്ചിറക്കുന്നത്. 50 പൈസ മുതൽ 20 രൂപ വരെയുള്ള നാണയം ഇപ്പോൾ നമുക്ക് പ്രചാരത്തിലുണ്ട്. ഒപ്പം തന്നെ 30 രൂപയുടെയും 50 രൂപയുടെയും നാണയങ്ങൾ പുറത്തിറക്കാൻ RBI ആലോചിക്കുന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. സ്ഥിരീകരണമൊന്നും തന്നെ ഇല്ല. ഏതായാലും ഈ 5 രൂപ നാണയം ഇപ്പോൾ നമ്മുടെ രാജ്യം പുറത്തിറക്കുന്നത് 2 തരത്തിലുള്ള നാണയങ്ങളാണ്. ഒന്ന് 5 രൂപയുടെ പിത്തള നാണയമാണ്, കനം കുറഞ്ഞ നാണയം. മറ്റൊന്ന് വളരെ കട്ടി കൂടിയ 5 രൂപയുടെ നാണയം, ഒരു കട്ടിയുള്ള ലോഹം കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കട്ടിയുള്ള ലോഹം കൊണ്ട് നിർമ്മിച്ച 5 രൂപ ഇപ്പോൾ നമ്മളുടെ RBI പുറത്ത് ഇറക്കുന്നില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ആ കാരണം ബംഗ്ലാദേശ് തന്നെയാണ്. കാരണം ഈ നാണയം വലിയ രീതിയിൽ കള്ളക്കടത്തായി ബംഗ്ലാദേശിൽ എത്തിക്കുന്നുണ്ട്. ഈ കട്ടിയുള്ള ലോഹത്തിൽ നിർമ്മിച്ച 5 രൂപ അവിടെ കൊണ്ടുപോയിട്ട് ഇത് ബ്ലേഡുകളാക്കി മാറ്റുകയാണ്. ഈ ലോഹം ഉരുക്കി ബ്ലേഡുകളാക്കും. ഒരു നാണയത്തിൽ നിന്ന് 6 ബ്ലേഡുകൾ വരെ ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയും. ഒരു ബ്ലേഡിന് 2 രൂപ വിലയ്ക്ക് വിറ്റാൽ പോലും ഈ 6 ബ്ലേഡിന് 12 രൂപയാണ്. അതായത് ലോഹത്തിൻ്റെ വില രൂപയുടെ മൂല്യത്തെക്കാൾ കൂടുതലാണ്. 5 രൂപ നാണയം കൊണ്ട് ഈ ബ്ലേഡുകൾ ഉണ്ടാക്കുമ്പോൾ 12 രൂപയാണ് ലഭിക്കുന്നത്. അത്തരത്തിലുള്ള ആ കള്ളക്കടത്ത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കട്ടിയുള്ള ലോഹം കൊണ്ടുള്ള 5 രൂപയുടെ ആ ഒരു നിർമ്മാണം ഇപ്പോൾ ഈ RBI നിർത്തിവച്ചിരിക്കുന്നത്. അതിലൂടെ കള്ളക്കടത്ത് തടയാൻ കഴിഞ്ഞു എന്ന് RBI പറയുന്നു. ഇപ്പോൾ നിലവിലുള്ളത് ഈ പിത്തള കൊണ്ട് നിർമ്മിച്ച വളരെ കനം കുറഞ്ഞ 5 രൂപ നാണയമാണ്. ഇതുകൊണ്ട് ബ്ലേഡോ മറ്റോ ഉണ്ടാക്കാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രചരണത്തിൻ്റെ പകുതി സത്യവും പകുതി വ്യാജവുമാണ്. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.